എങ്ങനെയാണ് മാഡം PLR-ഉം ആകാശിക് റെക്കോർഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? എന്താണ് പാസ്റ്റ് ലൈഫ് എന്നറിയാം. സത്യത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലെകളിൽ നമുക്ക് ജീവിക്കണം. പല ജന്മങ്ങളും അതിൽ നമുക്ക് കാണാൻ കഴിയും. ചില ജന്മങ്ങളിൽ നമ്മൾ തീർത്താൽ തീരാത്ത കടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ലൈഫ് ഇങ്ങനെ, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് വരുന്ന ക്ലയൻസിനോട് നമുക്കത് പറയാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എക്സ് എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആകാശിക് റെക്കോർഡ്സ് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ, കർമ്മ, ഫിസിക്കലി, മെൻ്റലി, ഫിനാൻഷ്യലി, റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾ എവിടെ എന്ത് കണക്ട് ചെയ്യുന്നു, വൃത്തിയായി കണക്ട് ചെയ്യുക. PLR, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പ്രോഗ്രാം, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പൂർവ്വജന്മം. വളരെ കൗതുകമായിട്ട് നമ്മൾ എന്താണ് കഴിഞ്ഞ ജന്മം, ഞാൻ ആരായിരുന്നു എന്നൊക്കെ പലരോടും ചോദിക്കാറുണ്ട്. പക്ഷേ ആകാശിക് റെക്കോർഡിലേക്ക് വരുന്ന സമയത്ത് ചിത്രഗുപ്തൻ പോയി നമ്മുടെ ഫയൽ എടുക്കുന്നു, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അന്ധവിശ്വാസമായിട്ട് പോകും. പക്ഷെ റിയലിസ്റ്റിക് ആയിട്ട് വരുന്ന സമയത്താണ് ശരിക്കും ആകാശിക് റെക്കോർഡ് എഫക്റ്റീവ് ഒരു മെത്തേഡാണെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് മാഡം PLR-ഉം ആകാശിക് റെക്കോർഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത്? ഓക്കെ, നമ്മളുടെ ഒരു ജീവിതം എടുക്കാം. പല ഹഡൽസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കുട്ടിക്കാലം, അതിനുശേഷമുള്ള ഒരു ഏജ്. കുട്ടിക്കാലം തന്നെ 3 സ്റ്റേജ് ഉണ്ട്: 1 to 7, 7 to 14, 14 to 21. അതിനുശേഷമാണ് നമ്മളൊരു തീരുമാനത്തിൽ എത്തുന്നത് പോലും, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. 30 വയസ്സ് കഴിയാതെ നമുക്ക് ഒന്നിലേക്കും ചേർന്ന് നിൽക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്നിലും നമുക്ക് സ്റ്റിക്ക് ഓൺ ആയിട്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ. നമ്മൾ ഓർക്കും നമ്മൾ പരാജയമാണോ. ആ ഒരു 30+ ആകുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, പരാജയമാണോ, എന്ത് ചെയ്തിട്ടൊന്നും ഒന്നാവുന്നില്ല എന്നൊക്കെ. പക്ഷെ അതിനുശേഷം നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, മിഡിൽ ഏജ് കഴിഞ്ഞ ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ഈ പറയുന്ന വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങൾ ജനിക്കുക, അങ്ങനെ പോകും. ഒരു 40-45 ഒക്കെ ആവുമ്പോഴേക്കും കുറച്ചൊന്ന് സെറ്റിലാകാൻ തുടങ്ങും നമ്മുടെ ചിന്തകൾ. അതിൽ ഒരു 37 ശേഷം മിക്കവരിലും ചെറിയൊരു ഡിപ്രഷന്റെ ഒരവസ്ഥ കാണാറുണ്ട്. അത് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, ചെയ്യുന്നത് ശരിയാണോ, എന്തുകൊണ്ടാണ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, പല പല പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ ആ ഒരു ഹഡൽസ് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ ആർക്കും ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ കൂടിയും എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ ഇവരെ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്താം, ചിന്തകളിൽ സമ്മർദ്ദം ചെലുത്താം. അപ്പോൾ ഒരു 37 ശേഷം ചെറിയ ഡിപ്രഷനൊക്കെ വരും. പക്ഷേ നമ്മൾ വീണ്ടും ഫൈറ്റ് ചെയ്യണമല്ലോ, ഫൈറ്റ് ചെയ്തേ പറ്റൂ ജീവിതം. ഒരു 45 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേറെ രീതിയിൽ ഒരു ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. അവിടെയാണ് കാർമികായ അവേക്കണിങ് നമുക്ക് വരുന്നത്, മനസ്സിലാക്കുന്നത്. പഠനങ്ങളിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ഒക്കെ കാർമികായ ഒരു അവേക്കണിങ് വരുന്നുണ്ട്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കും. നമുക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു, ആ ലൈഫിൽ നമ്മൾ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, എന്നാൽ പിന്നെ ഇതൊന്നും അറിയാം, എന്താണ് പാസ്റ്റ് ലൈഫ് എന്നറിയാം. സത്യത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലെകളിൽ നമുക്ക് ജീവിക്കണോ, ഇന്നലെയുടെ ഭാരം ഇന്ന് ചുമക്കേണ്ട ആവശ്യമുണ്ടോ, ഫ്യൂച്ചറിന്റെ ആശങ്ക നമുക്ക് ഇന്ന് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഒരാവശ്യമില്ല. എങ്കിൽ കൂടിയും നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന എപ്പോഴും ക്യൂരിയോസിറ്റി, അന്വേഷണമാണ്. അപ്പൊ നമ്മൾ അന്വേഷിക്കും, എന്താണ് എന്റെ PLR, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, എന്താണ് പാസ്റ്റ് ലൈഫ് എന്നാണ് ആദ്യം. അതിനുശേഷമാണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു കണക്ഷൻ വരുന്നത്. ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ അനേകം ജന്മങ്ങള്, ഒരു മനുഷ്യ ആയുസ് എന്ന് പറയുന്നത് 80, 90, കൂടിപ്പോയാൽ 100, 110. സോളിന്റെ ആയുസ് 400, 500, 600 വർഷങ്ങൾ സോളിന്റെ ആയുസുണ്ട്. അപ്പൊ ഈ സോളില് എടുത്ത ജന്മങ്ങൾ ഉണ്ടാകും. പല ജന്മങ്ങളിലും പലതും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, നമുക്കതൊന്നും അറിയില്ല. ഒരു കുഞ്ഞ് അമ്മയെ തെരഞ്ഞെടുത്ത് ആ അമ്മയുടെ യൂട്രസിൽ, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് ജന്മം കൊണ്ട് കുഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മറന്നു പോവുക, പാസ്റ്റ് ലൈഫ് എല്ലാം മറന്നു പോവുക, പുതിയ അനുഭവങ്ങളാണ്. അവിടെയാണ് ഈ 1 to 7 കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ 7 to 14 എന്ന് പറയുന്നത് സൗഹൃദങ്ങളിലൂടെയും ടീച്ചേഴ്സിലൂടെയും ഒക്കെ മനസ്സിലാക്കുന്നു. 14 to 21 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് സ്വയം പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയം. അവിടെയും ഒന്നും ഈ ആകാശിക് റെക്കോർഡ്സിന്റെ ആവശ്യകത വരുന്നില്ല.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ സംസാരിക്കാൻ പഠിച്ച കാലഘട്ടത്തിൽ മറന്നുപോയ പല കാര്യങ്ങളും നമ്മളെ കണക്ട് ചെയ്യാൻ തുടങ്ങും ഓരോ സ്റ്റേജ് കഴിയുമ്പോഴേക്കും. ഈ കാർമിക് ലൈഫിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന PLRലേക്ക് എത്തുന്നു. അപ്പോഴേക്ക് ഏകദേശം ഒരു 45-50 വയസ്സിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടാകും. പക്ഷെ മനസ്സ് ആ കൊച്ചുകുട്ടിയിൽ കിടക്കുന്നുണ്ടാവും. ഇന്നർ ചൈൽഡ് ഹീലിംഗ് അവിടെ കണക്ട് ചെയ്യേണ്ടി വരും. അവിടെ ഹീൽ ചെയ്യപ്പെടാതെ വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഈ PLRനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഹീൽ ചെയ്ത് ഇതിൻ്റെ ഒരു ഹാലൂസിനേഷൻ മൈൻഡ് എന്ന് പറയാം, അതൊരു ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആ ഒരു തെറപ്പിയിലൂടെ നമ്മൾ അവരെ ഹാലൂസിനേഷൻ മൈൻഡിലൂടെ അപ്പുറത്തേക്ക്, അതായത് എന്തായിരുന്നു മുൻജന്മം എന്നുള്ളതിലേക്ക് നമ്മൾ കടത്തിക്കൊണ്ടുപോകുന്നു. പല ജന്മങ്ങളും അതിൽ നമുക്ക് കാണാൻ കഴിയും. ചില ജന്മങ്ങളിൽ നമ്മൾ തീർത്താൽ തീരാത്ത കടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ചില ജന്മങ്ങളിൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാകും. ഈ ജന്മത്തിൽ ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ജന്മത്തിൽ പല കാര്യങ്ങളും പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അവരാണല്ലോ ഈ ജന്മത്തിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് അനേകം. അതായത് 41 തലമുറയ്ക്ക് ഇപ്പുറത്തേക്കുള്ള DNA കണക്ഷനും 7 തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ള കാർമിക് കണക്ഷനുമാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ വന്നു ചേരുന്നത്. അപ്പോൾ ഈ കാർമിക് കണക്ഷനാണ് നമുക്ക് ഏറ്റവും വൃത്തിയാക്കേണ്ടത്. അത് ഈ ജന്മത്തിലും നമുക്ക് കാർമിക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ PLR എന്ന് പറയുന്ന കാര്യത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ ചില ജന്മങ്ങളിൽ നമ്മൾ വളരെയേറെ സാഡ് ആകും. ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തു പോയല്ലോ. പക്ഷെ അതൊരു ഈ PLRലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പലരെയും നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും, ഇത് ഡ്രാമയിലേക്ക് പോവില്ലേ പല ആൾക്കാര്. പക്ഷെ അത് നമ്മൾ എങ്ങനെ കൊണ്ടുവരും? അതിലാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, പാസ്റ്റിനെ കുറിച്ച് അറിയണോ എന്നുള്ളത്. അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾക്ക് ഇത് അറിഞ്ഞേ പറ്റൂ. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ലൈഫ് ഇങ്ങനെ, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് വരുന്ന ക്ലയൻസിനോട് നമുക്കത് പറയാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ട്രോമ കണക്ട് ചെയ്ത ശേഷം നമ്മൾ അവരുടെ ഹാലുസിനേഷൻ മൈൻഡിൽ നിന്ന് പ്രസന്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇത് പാസ്റ്റ് ലൈഫാണ്, ഇതിൽ കർമ്മ ബാലൻസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലൈഫ് എടുക്കേണ്ടി വന്നത്. നിങ്ങൾ ഇതിൽ ബാലൻസ് ചെയ്യേണ്ട കാര്യം, നമ്മളെ നിമിത്തം മറ്റൊരാളുടെ കണ്ണ് നിറയുന്ന പ്രവൃത്തി ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാനുള്ളത്. മറ്റൊരു സോളിനെ വേദനിപ്പിക്കാതിരിക്കുക. അവിടെ നമുക്ക് ഈ പറയുന്ന PLRും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ റിഗ്രഷനും ഇല്ല, ഈ ട്രോമയിലേക്ക് ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം ഈ നിമിഷം സന്തോഷമായിരിക്കാനും നമ്മളെ കണക്ട് ചെയ്യുന്നവരോട് സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും പറ്റിയ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇല്ലേ? വളരെ സന്തോഷം. അതായത് ഇപ്പോൾ ഈ PLR നോക്കാതെ തന്നെ ഈ പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഓർമ്മിക്കും, പക്ഷെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരില്ല. കാരണം ആ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക് നമ്മുടെ സോൾ അങ്ങ് പുറത്തു ചാടും. പ്രൊവോക്കാവും, ബഹളവും, വഴക്കാവും. ഒരു ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ 100% നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഈ പറയുന്ന സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമയമെടുക്കും. അതിനു മുൻപ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും ആകാശിക് റെക്കോർഡ്സ് ഈ ഫയൽ എടുത്തിട്ട് അവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതൊന്ന് പറയാമോ? അതായത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോഡ് ബൈ റിട്ടൺ ആണ്. അതെ. അപ്പൊ ഈ കോഡ് നമ്മളുടെ ഈ തലയോട്ടിക്കകത്ത് ആ കോഡ് ഉണ്ട് എന്നുള്ളതാണ് സയൻസ് വരെയും അത് തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഡോക്ടേഴ്സ് പറയുമ്പോഴും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ബോഡി കിടത്തുന്ന സമയത്ത് പോലും കേട്ടിട്ടുണ്ടാവാം സാർ. അപ്പം ഈ പറയുന്ന ഈ കോഡ് അവിടെ ഉള്ളത് നമുക്കത് ക്ലിയർ ചെയ്യണമല്ലോ. നമുക്കറിയില്ല, പക്ഷെ നമുക്കത് ക്ലിയർ ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ജന്മത്തിലെ കർമ്മ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. കുറെ നന്മകൾ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ. ഇപ്പൊ XY എന്ന 2 പേരെ നമുക്ക് എടുക്കാം. X എന്ന് പറയുന്ന വ്യക്തി പബ്ലിക്കായിട്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. Y എന്ന് പറയുന്ന വ്യക്തി ഉള്ളിന്റെ ഉള്ളില് വളരെ കുറച്ച് ക്രൂക്കഡൊക്കെ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണ്. എന്നാൽ പബ്ലിക്കലി ആള് വളരെ വലിയ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ Xന് ഒരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിനെ കുറിച്ച് നന്നായി അറിയാം, Yയെ കുറിച്ച് നന്നായി അറിയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്രൂക്കഡ് മൈൻഡ് സെറ്റ് സൊസൈറ്റിയിലേക്ക് ഒന്ന് കാണിക്കണം. പക്ഷെ Y പറയുന്നത് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആകാശിക് റെക്കോർഡ്സിലെ Yക്ക് ടിക്ക് മാർക്ക് കിട്ടില്ല, ശരിയാണ്, Xനെ കിട്ടുള്ളൂ. X ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഈ Yയുടെ എന്താണ് റിയാലിറ്റി അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് X ചെയ്യുന്ന തെറ്റുമല്ല. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. ആകാശിക് റെക്കോർഡ്സ് കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾ, കർമ്മ, ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി, റിലേഷൻഷിപ്പ് വൈസ്
നിങ്ങൾ എവിടെ എന്ത് കണക്ട് ചെയ്യുന്നു വൃത്തിയായി കണക്ട് ചെയ്യുക. അതിന്റെ പ്രോപ്പർ വേ, ലവ് ആൻഡ് ലൈറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ സ്നേഹത്തിന്റെ പ്രകാശം അവിടെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. വളരെ സന്തോഷം. അതായത് മാഡം പറഞ്ഞതുപോലെ ഈ പറയുന്ന ആകാശിക് റെക്കോർഡും PLRലേക്ക് വരുന്നവർക്കും പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കൺസൾട്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡിൽ ഞാൻ പോകണം എന്ന് പറഞ്ഞു പോകും, പക്ഷെ എന്തൊക്കെ ചെയ്യും തിരിച്ചു പോരും. ഒരിക്കലും ആകാശിക് റെക്കോർഡ്സിൽ എത്താൻ പറ്റില്ല. അതെ അതെ അതെ, നിയോഗമാണ്, വിധിയാണ്. എത്താൻ പറ്റില്ല. അതിന് എനിക്ക് തോന്നുന്നു ഹിമാലയത്തിലും മറ്റുമുള്ള സന്യാസി വര്യമാരൊക്കെ അതിനൊക്കെ സാധിക്കുള്ളൂ. നമ്മൾ ഇത് പഠിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് പോലും ഞാൻ ഇത് മനസ്സിലാക്കുന്ന ആളാണ്, ഡെയിലി ഇതിന്റെ കാര്യങ്ങൾ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് എത്താൻ പറ്റാറില്ല. ശരി, ചില ഏരിയയിൽ നമ്മൾ തിരിച്ചു വരേണ്ടി വരും. ഒരു സ്റ്റേജിൽ നമ്മൾ തിരിച്ചു വരും. അതൊരു സമയമാണ്. ആ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സോൾ അവിടെ എത്തും. നമ്മുടെ സോൾ അടുത്ത ഡയമെൻഷൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവിടെ എത്തും. അത് നമ്മളെ സൂപ്പർ സോൾസ് കൊണ്ടുപോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരാണോ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ കൊണ്ടുപോയിരിക്കും. എന്തായാലും എല്ലാവർക്കും അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. നല്ലൊരു എക്സ്പേർട്ടിന്റെ കൂടെ ആകാശിക് റെക്കോർഡിലേക്ക് എത്താൻ പറ്റട്ടെ. ഒരു രീതിയിലും PLR സ്റ്റേറ്റ്മെന്റിൽ പോയി ട്രോമ മേടിച്ചു വെക്കാതെ അതിന്റെ ആവശ്യമില്ല. അതെ 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 അതെ. പക്ഷെ എന്നാലും എല്ലാവർക്കും അറിയണം. അതാണ് പറഞ്ഞ ക്യൂരിയോസിറ്റി. നല്ലൊരു കൺസൾട്ടന്റുമായിട്ട് പോകാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.